കാരണം എനിക്ക് എൻ്റെ ദേഹത്തൊരു കൊതുകിരുന്ന് കുത്തിയാൽ പോലും അടിക്കാൻ വയ്യാത്തൊരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു ഭേദം വന്നപ്പോൾ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. പറയാണ് 2 വർഷമായിട്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്ത സംഭവമാണ്. ഒരാഴ്ച കൊണ്ട് റിക്കവറായി. ഇപ്പം 70% സാറിന്റെ പ്രശ്നം മാറി. ഇപ്പൊ വീട്ടിൽ പോകും. ചില മനുഷ്യരെ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് വിഷമിക്കും, ക്യാൻസർ വന്നാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ മരിച്ചു പോയേനെ, ഇത് വാദം വന്നിട്ട് മരിക്കുകയോ ഇല്ല എന്നാൽ ഇത് മാറുമോ അതുമില്ല, അത്ര പെയിൻഫുൾ ആയിട്ടുള്ള പ്രശ്നമാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നു എന്നുള്ളത് സന്തോഷമാണ്. തീർച്ചയായിട്ടും ദൈവത്തോട് നമ്മൾ அப்புறம் ரொம்ப பெட்டராக இருக்குது. ரொம்ப முடியாமல் இருந்தேன். இங்கே வந்ததுக்கப்புறம் நல்லா இருக்கு ட்ரீட்மெண்ட். ഇവിടെ ഒരു സുഹൈലാണ്. ഞാൻ ഇതുണ്ടോ എൻ്റെ ബാക്കിൽ കാണുന്ന കടയാണ് പുട്ടും കട്ടനും. ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നാണ് ഇതിൻ്റെ ഓണർ. ഒരുപാട് നാളുകൊണ്ട് പുള്ളി നടക്കാൻ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ നടക്കാൻ വയ്യാതെ കിടന്ന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഏകദേശം 98 ലക്ഷം രൂപയ്ക്കകത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നടക്കാൻ പറ്റാത്ത ആളെ വളരെ ചെറിയ പൈസയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയാക്കിയ ഒരു ആശുപത്രി ഉണ്ട് എൻ്റെ സ്വന്തം നാട്ടിൽ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ഭരണിക്കാവിലാണ് വൈദ്യധർമ്മ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മിറാക്കിളാണ്, ഒരിക്കലും മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 98 ലക്ഷം രൂപ ചിലവാക്കി മാറാത്തൊരു അസുഖമാണ് ഇവിടുത്തെ ഡോക്ടർ മാറ്റിക്കൊടുത്തത്. എന്തായാലും നമുക്ക് അകത്തോട്ട് പോകാം, ബാക്കി വിശേഷങ്ങളൊക്കെ അതോട്ട് പോയിട്ട്. ബാക്കിയുടെ പേരെന്തായിരുന്നു? സജീവ്. ഏകദേശം ഒത്തിരി നാളുകൊണ്ട് കാലിന് എനിക്ക് കൃഷിയായിട്ട് കുറേ നാളുകൊണ്ട് ട്രീറ്റ്മെന്റിലായിരുന്നു. 2017 മുതൽ. എത്ര രൂപ ചിലവാക്കി? ഒരുപാട് വർഷം, ലക്ഷങ്ങള് കോടിക്കടുത്തായോ? ഞാൻ ലാസ്റ്റ് ഡെയിലി ഇഞ്ചക്ഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എടുത്ത് പെൻകിന്റെ അടുത്തൊക്കെ നിൽക്കുമായിരുന്നു. എന്നിട്ട് നിൽക്കാൻ വയ്യ വന്നപ്പോഴാണ് ഇപ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞ് നമ്മുടെ വൈദ്യകാണ് അവിടെ പോയി 16 ദിവസം ഞാൻ അഡ്മിറ്റായിരുന്നു. അവിടെ ട്രീറ്റ്മെൻറ്റോടുകൂടി ഇപ്പോൾ എല്ലാം ക്ലിയറായി. ഞാനിപ്പോൾ നടക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ബുള്ളറ്റ് ഓടിക്കുന്നത് ഹാപ്പിയായി. ഒരു ജെനുവിൻ അനുഭവമാണ്. അതുകൊണ്ടാണ് ഇക്കാര്യം നേരിട്ടിട്ട് ഞാനിത് പറയണമെന്ന് വിചാരിച്ചത്. ഇതൊരാളെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്നൊന്നുമല്ല. ഞാൻ നേരെ ഇത് പുട്ടും കട്ടനും വളരെ ഫേമസ് ഹോട്ടലാണ്. എൻ്റെ സ്ഥലം എവിടെ? ഇത് വട്ടവറമ്പ്. വട്ടവറമ്പിൽ കരുനാഗപ്പള്ളി വട്ടവറമ്പിൽ വളരെ ഫേമസ് ഹോട്ടലാണ് പുട്ടും കട്ടല്. ഇതിനു മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്ന ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം പൂർണ്ണമായിട്ട് ചേച്ചി ഇപ്പം നടന്നല്ലയോ വരുന്നത്? ഇതിന് മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു? തീരെ വയ്യാത്തൊരു അവസ്ഥയായിരുന്നു. അതായത് എൻ്റെ കാൽമുട്ടിന് വളവും നല്ല തേയ്മാനവും ഒക്കെ ആയിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് 7-8 മാസമായെങ്കിലും ഞാനിവിടെ അഡ്മിറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ എൻ്റെ അവസ്ഥ വളരെ മോശമായതിനെ തുടർന്നാണ് അഡ്മിറ്റ് ആകാൻ പറഞ്ഞ്. ഞാൻ പിടിച്ച ഒരു വിധത്തിലാണ് ഞാൻ ഇവിടെ വന്ന് കയറിയെങ്കിലും ഇപ്പം എനിക്ക് വളരെ ആശ്വാസമുണ്ട്. ശരീരമൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് സ്റ്റിഫ്നെസ് ആയിട്ടുള്ള വേദനയാണ് എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമുണ്ട്. അയ്യബ് പോലെ തോന്നുന്ന ശരീരം, അങ്ങനെ വേദനയ്ക്കൊക്കെ ആശ്വാസമുണ്ട്. ഹാപ്പി. അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്കിപ്പോൾ ഞാൻ മുമ്പ് ചെയ്യാതിരുന്ന ചെറിയ അത് വലിയതല്ലായിരിക്കും എങ്കിലും ചെറിയ കാര്യങ്ങൾ എനിക്കിപ്പോൾ അത് വലുതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഡോറാണെങ്കിൽ ഒന്ന് തിരിച്ച് തുറക്കാൻ വയ്യായിരുന്നു, മുകളിലോട്ടൊന്ന് കൈപൊക്കി മുടി കെട്ടാൻ വയ്യായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യാസം നടക്കാൻ പറ്റുന്നുണ്ട്. മുമ്പ് പാടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ദേഹത്തൊരു കൊതുകിരുന്ന് കുത്തിയാൽ പോലും അടിക്കാൻ വയ്യാത്തൊരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു ഭേദം വന്നപ്പോൾ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. ഇവര് തമിഴ്നാട്ടിലുള്ള ഫാമിലിയാണ്, ചെന്നൈ സ്വദേശിനിയാണ്. ഓക്കെ. ഇവിടെ എങ്ങനെ വന്ന്? சொந்தக்காரங்க சொல்லியிருந்தாங்க வந்து பார்த்து பெட்டராக இருக்குன்னு, அதோட நாங்கள் வந்தோம். ഇവിടെ வந்ததுக்கப்புறம் ரொம்ப பெட்டராக இருக்குது. ரொம்ப முடியாமல் இருந்தேன். இங்கே வந்ததுக்கப்புறம் நல்லா இருக்கு ட்ரீட்மெண்ட்டு. அதான் இப்போ திருப்பி வந்திருக்கு. ஓகே. ஆக்சுவலாக எப்படி இருக்குன்னு கேட்டிங்கன்னா, ஒரு 6-7 வருஷமாக அந்த நீ பெயின் இருக்குது. இப்போ இங்கே வந்ததுக்கப்புறம் இப்போ 2 months பிஃபோர் வந்திருந்தோம். நல்லா பரவாயில்ல, നല്ലാവേ ഇരുந்துச்சு. പുള്ളിക്കാരി വന്നപ്പോൾ മുട്ട് ശരിക്കും വളഞ്ഞിരിക്കുന്നൊരു കണ്ടീഷനായിരുന്നു. നടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു നടന്നിരുന്നത്. പിന്നെ അതേപോലെ തന്നെ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മറ്റ് ജോയിൻസുകൾക്കും
ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു 10-35 ദിവസത്തോളം ട്രീറ്റ്മെന്റ് എടുത്ത് നന്നായിട്ട് റിക്കവർ ആയിട്ടാണ് പോയത്. എന്തോ പ്രശ്നമായിട്ടായിരുന്നു വന്നേ? എൻ്റെ കൈക്ക് മുഴുവൻ ശരീരം മുഴുവൻ ഒരു കൂട്ടം ഈ പൊരിഞ്ചു പോലെ അങ്ങ് വന്ന് കണ്ടമാനമായി പോയി. ഒരു 6 മാസം മുമ്പ് തുടങ്ങിയതായി, ഇപ്പം കണ്ടമാനമായി പോയി. അത് ഇവിടെ വന്ന് ഒരാഴ്ച കൊണ്ടൊക്കെ ഏകദേശം ശരിയായി. പിന്നെ തലയ്ക്ക് ബാലൻസ് കിട്ടുന്നില്ല. തലയ്ക്ക് ബാലൻസ് കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്ത് വീഴാൻ പോകുന്ന പോലെ. വണ്ടി ഓടിക്കാനോ ഒന്നും വയ്യായിരുന്നു. ഇപ്പം വണ്ടി ഞാൻ ചെയ്തതായിട്ട് ഓടിക്കും, എന്നാലും നടക്കാനൊക്കെ ബുദ്ധിമുട്ടായി. ഇപ്പം നടക്കാനായി ബാലൻസിൻ്റെയും വ്യത്യാസം വന്നു. 3 ഹോസ്പിറ്റലിൽ പോയി, അതോടെ നിർത്തി. അതുകൊണ്ടാണ് നിർത്തി. ഒത്തിരി കാശ് പോയതല്ല, നമ്മൾ സമയം 2 വർഷം പോയി. 2 വർഷം വേണ്ട സാറിൻ്റെ ഇത് നിങ്ങൾ ജെനുവിനായിട്ട് പറയുകയാണ്. 2 വർഷം 2 വർഷമായിട്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സംഭവമാണ്. ഒരാഴ്ച കൊണ്ട് റിക്കവറായി. ഇപ്പം 75% സാറിൻ്റെ പ്രശ്നം മാറി. ഇപ്പം വീട്ടിലോട്ട് പോകുമ്പോൾ വീട്ടിൽ പോകും, നാളെ പോകും. ഓക്കെ, മൈക്ക് നോക്കുകയാണ്. അപ്പം ഈ വൈദ്യധർമ്മ ഇല്ലേ, വൈദ്യധർമ്മ ഏകദേശം വർഷങ്ങളുണ്ട്, 10 വർഷത്തിന് മേളിലായി. എൻ്റെ സ്വന്തം നാട്ടിൽ ശാസ്താംകോട്ട ഭരണിക്കാവിൽ കൊല്ലം ജില്ലയിലാണ് വൈദ്യധർമ്മ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സജീവിക്കല്ലേ നമ്മുടെ പുട്ടും കട്ടനും സജീവിക്കയിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഡോക്ടറിലെ വിവരം അറിയുന്നതും. ഇവിടെ ഒരുപാട് അനുഭവസ്ഥരുണ്ട്. അത് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്? നമ്മൾ പ്രധാനമായിട്ടും വാതരോഗങ്ങൾക്കാണ് ചികിത്സ ഉള്ളത്. അതായത് ഇപ്പം തന്നെ സജീവിക്ക പറഞ്ഞറിഞ്ഞതനുസരിച്ച് ഏകദേശം 98 ലക്ഷം രൂപ അദ്ദേഹം സ്വന്തം വീട് ഉൾപ്പെടെ വിറ്റ് പലവട്ടം ചികിത്സയ്ക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പം നമ്മൾ കണ്ട പ്രസീത എല്ലാ ദിവസവും സ്റ്റീറോയിഡ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം പൂർണ്ണമായിട്ടും 98 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് ആണ് ഈ ചെറിയ പൈസക്ക് മാറ്റിയത്. അതേപോലെ ഇപ്പം കണ്ട പ്രസീതയാണെങ്കിൽ എല്ലാ ദിവസവും സ്റ്റീറോയിഡ് കഴിച്ചുകൊണ്ടിരുന്ന് സമ്പൂർണ്ണമായും വയ്യാതെ അനങ്ങാൻ വയ്യാതെ വന്ന ആളാണ്. ഇതേപോലെ 100 കണക്കിന് ആളുകളാണ് തമ്പുരാൻ സഹായിച്ച് നമ്മുടെ ആശുപത്രി വരുന്നത്. കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും റിസൾട്ട് ഉണ്ട്. വാതരോഗങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ചു, വേദന, ഇതിന് അങ്ങനത്തെ ഒരു അസുഖമാണ് സോയില്. അതായത് ചില മനുഷ്യരെ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് വിഷമിക്കും, ക്യാൻസർ വന്നാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ മരിച്ചു പോയേനെ, ഇത് വാദം വന്നിട്ട് മരിക്കുകയില്ല എന്നാൽ ഇത് മാറുമോ അതുമില്ല, അത്ര പെയിൻഫുൾ ആയിട്ടുള്ള പ്രശ്നമാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നു എന്നുള്ളത് സന്തോഷമാണ്. തീർച്ചയായിട്ടും ദൈവത്തോട് നമ്മൾ വളരെ 100 കണക്കിന് ആളുകൾ, ഒട്ടും എണീക്കാൻ വയ്യാത്ത ആളുകൾ, എഴുന്നേറ്റ 100 കണക്കിന് ആളുകളുണ്ട് നമുക്ക്. അതായത് ഒരു 10 വർഷം വീഡിയോ ചെയ്യാനുള്ള അത്രയും ആള് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഞാൻ വെറുതെ ചുമ്മാ ഇങ്ങോട്ട് നടന്ന് 2-3 പേരുടെ ഫീഡ്ബാക്ക് ചോദിച്ചു. ഇതൊക്കെല്ലാം ഒരു മിറാക്കിൾ പോലെയാണ് ഇവരുടെ എല്ലാ റിസൾട്ട്. പമ്പർ റിസൾട്ട്, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്നു. ഒരു ആയുർവേദത്തിലൂടെ ഇങ്ങനെ റിസൾട്ട് കിട്ടുന്നു, സൈഡ് എഫക്റ്റ് ഇല്ലാതാവുന്നു, അവരുടെയൊക്കെ സന്തോഷം. ചില ആൾക്കാർ കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറയുന്നത് വളരെ വളരെ സന്തോഷമാണ്.